അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി. മുസ്ലിം സമൂഹം ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. പൊന്നാനി കടപ്പുറത്തൊരുക്കിയ ഈദ്ഗാഹിൽ പങ്കാളികളായത് ആയിരങ്ങൾ. നമസ്കാരം, ഞാൻ മുബാറക് പനങ്ങാട്ടേൽ. ഏവർക്കും ന്യൂസ് ഓൺ ലൈവിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. 1000 മാസങ്ങളേക്കാൾ പ്രതിഫലമുള്ള ലൈലത്തുൽ ഖദറിന്റെ പുണ്യങ്ങളും സ്വന്തമാക്കിയ മുസ്ലിങ്ങൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഇത്തവണയും കേരളത്തിലെ മുസ്ലിങ്ങൾ 30 നോമ്പുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. പെരുന്നാൾ ആഘോഷങ്ങളുടെ നിറക്കാഴ്ചയിലേക്ക് തിരിച്ചു വരാം അല്പനിമിഷങ്ങൾക്കുള്ളിൽ. അലേഖ സിൽക്സ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, പൊന്നാനി. റംസാൻ 29-ന് മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ 30 നോമ്പുകൾ പൂർത്തീകരിച്ച ശേഷമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. ആഘോഷങ്ങളുടെ ഭാഗമായി പൊന്നാനി കടപ്പുറത്തൊരുക്കിയ ഈദ്ഗാഹിൽ പങ്കാളികളായത് ആയിരങ്ങളാണ്. സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും പൊന്നാനി കടപ്പുറത്ത് ഈദ്ഗാഹ് അരങ്ങേറിയത്. അല്ലാഹു അക്ബർ. 3 വർഷം മുമ്പാണ് അരനൂറ്റാണ്ട് കാലം മുമ്പേ മുടങ്ങിക്കിടന്ന പൊന്നാനി കടപ്പുറത്തെ ഈദ്ഗാഹ് പുനരാരംഭിച്ചത്. സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. കനത്ത മഴയെ തുടർന്ന് ആശങ്കയുടെ മുൾമുനയിലാണ് സംഘാടകർ ഇത്തവണത്തെ പെരുന്നാൾ നമസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. കാലാവസ്ഥ അനുകൂലമായില്ലെങ്കിൽ പെരുന്നാൾ നമസ്കാരം സമീപത്തെ പള്ളികളിലേക്ക് മാറ്റാനുള്ള ഒരുക്കങ്ങളും ഇതോടൊപ്പം നടന്നിരുന്നു. മഴ മാറി നിന്ന പെരുന്നാൾ പ്രഭാതത്തിൽ പൊന്നാനി കടപ്പുറത്തേക്ക് ഒഴുകിയെത്തിയത് സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടക്കം ആയിരങ്ങളാണ്. ഹാർബർ പരിസരത്ത് പ്രത്യേകം ഒരുക്കിയ ഈദ്ഗാഹ് മൈതാനിയിൽ നടന്ന പെരുന്നാൾ ജുമഅക്ക് PMA ഗഫൂർ നേതൃത്വം നൽകി. മതം മനുഷ്യനെ അകറ്റാനുള്ള കാരണമായി ആളുകൾ മാറ്റുന്നു. ടാഗോർ എന്ന വളരെ പ്രമുഖനായ ഇന്ത്യയുടെ പുത്രൻ രവീന്ദ്രനാഥ ടാഗോർ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയപ്പോ ആ യൂണിവേഴ്സിറ്റിക്ക് ഇട്ട പേര് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്നായിരുന്നു. ഭാരതത്തെ വിശ്വത്തോളം ഉയർത്തുന്ന കാഴ്ചപ്പാടാണ്. ഇന്ന് അതിൽ നിന്ന് മാറിയിട്ട് വിശ്വത്തെ മുഴുവനും അവനവന്റെ കാഴ്ചപ്പാടിലേക്ക് ചുരുക്കുകയാണ്. ന്യൂസ് ഓൺ ലൈവിൽ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ന്യൂസ് ഓൺ ലൈവ് വാർത്തകൾ മൊബൈൽ ഫോണുകളിലും ലഭ്യമാണ്. മൊബൈൽ ഫോണുകളിൽ വാർത്തകൾ ലഭിക്കാൻ വെബ്സൈറ്റിൽ നിന്നും സൗജന്യ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞങ്ങളുടെ വെബ്സൈറ്റ് വിലാസം www.newsonlive.in.